അല്പം നാളുകൾക്ക് മുമ്പ് നടി ഹണി റോസ് ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ ഒരു പുതിയ ജ്വല്ലറി ഉദ്ഘാടനത്തിനുള്ള ബന്ധത്തിൽ ഒരിടത്ത് ചെന്നിരുന്നു. അവിടെ വെച്ച് ചെമ്മണ്ണൂരിൻ്റെ സാരഥിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ അവരോട് ലൈംഗിക ചുവയോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞിടയ്ക്ക് വീണ്ടും സോഷ്യൽ മീഡിയയിൽ അത് പൊങ്ങി വന്നു. പറയുന്നത് ഇപ്രകാരമാണ്: ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം വേട്ടയാടുന്നു. മാനസിക വൈകൃതം ഉള്ളവരുടെ പുലമ്പലുകളോട് പുച്ഛം മാത്രമാണെന്ന് ആ നടി ഒരിടത്ത് പറയുന്നു. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുന്നു എന്ന് അവർ വേറൊരു സ്ഥലത്ത് പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന് അവർ ഇട്ടിരിക്കുന്ന ഈ ആശയത്തിന് അശ്ലീലമായിട്ടുള്ള കമൻറ്റ് വന്നു. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 27 പേർക്കെതിരെ പോലീസിൽ പരാതി വന്നിട്ടുണ്ട്. വേറൊരു സ്ഥലത്ത് അവർ പറയുന്നു, ഇത് മുന്നറിയിപ്പ്, ഇനിയും ബുദ്ധിമുട്ടിച്ചാൽ നിയമ നടപടിക്ക് പോവും എന്നാണ് പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ സാറിന് ഇപ്രകാരമുള്ളൊരു കാഴ്ചപ്പാടുണ്ട് എന്നാണ് പറയുന്നത്, നിലപാടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസിന് പോവും എന്നാണ് അവർ പറയുന്നത്. അവർ ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയപ്പോൾ ബോബി അവർക്ക് പൈസ കൊടുത്തു. അവർ ഉദ്ഘാടനത്തിന് വെറുതെ പോയതല്ല, ടൂറിന് പോയതല്ല, അവർക്ക് പൈസ കൊടുത്തു. ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണലിൻ്റെ സാരഥിയാണ്. 4000 കോടിയാണ് അവരുടെ ഒരു വർഷത്തെ വരുമാനം. ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു സിനിമയുടെ പുറകെ നടക്കേണ്ട ഒരു ആവശ്യവും ബോബി ചെമ്മണ്ണൂരിനില്ല. ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ വേറെ കിട്ടും. സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിറയെ പൈസയുമുണ്ട്. അദ്ദേഹം വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറഞ്ഞു. അതായത് നടിയെ കാണുമ്പോൾ കുന്തി ദേവിയെ പോലെ ഉണ്ടെന്നും അവരെക്കുറിച്ചുള്ള കുറേ വിവരണങ്ങൾ പറഞ്ഞു. അത് വിവരണങ്ങൾ മാത്രം, വെറുതെ ഒരു ഇളക്കപ്പരപ്പത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. അവർ നടിയായതുകൊണ്ട് വൈറലാവട്ടെ എന്ന് പറഞ്ഞാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും അതിലൂടെ വൈറലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ആ ഒരു രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നല്ലാതെ നടിയെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടോ അവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മരുമകൻ സിനിമാ സംവിധായകനാണ്. സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ചിത്രമുണ്ട്. അദ്ദേഹം അനിതുവരെ ഭാവിയിലൊരു സിനിമ പിടിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പൊട്ടനല്ല. അദ്ദേഹം അങ്ങനെ മനസ്സിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതൊരു ഇളക്കപ്പരപ്പത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ വളച്ചൊടിച്ച് വലിയ വിവാദമായിട്ട് തീർന്നിരിക്കുന്നത്.